രാജ്യം ഇന്ന് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആചരിച്ചു. രാജ്യമെമ്പാടും വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയെ അനുസ്മരിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങളും സംവാദങ്ങളും നടന്നു. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരേയൊരു തവണയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1975 ജൂൺ 25. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം ചോദ്യം ചെയ്തുകൊണ്ട് രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം അസാധുവാക്കിക്കൊണ്ട് കോടതി വിധി പ്രഖ്യാപിച്ചു. ഇതേ തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തുണ്ടായ സംഭവ വികാസങ്ങളാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് വഴിതെളിയിച്ചത്. അടിയന്തരാവസ്ഥയെ എതിർത്ത ജയപ്രകാശ് നാരായണൻ ഉൾപ്പെടെയുള്ള എത്രയോ പ്രമുഖർ ജയിലിലായി. കേരളത്തിൽ പിണറായി വിജയൻ, നേരത്തെ ജനതാ പാർട്ടിയിലായിരുന്ന ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ, മാത്രമല്ല മലയാള കഥാപ്രസംഗ ലോകത്തെ ചക്രവർത്തിയായിരുന്ന വി സാംബശിവൻ ഉൾപ്പെടെയുള്ള നിരവധി പേർ അടിയന്തരാവസ്ഥയെ എതിർത്തതിന്റെ പേരിൽ ജയിലിലായി. അച്ചടി മാധ്യമങ്ങൾ സെൻസറിങ്ങിന് വിധേയമായ ശേഷമാണ് അന്ന് പുറത്തിറങ്ങിയത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തായി. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പരാജയപ്പെട്ടു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നപ്പോഴും അതിനെ അനുകൂലിക്കുന്ന വലിയൊരു ജനവിഭാഗവും ഉണ്ടായിരുന്നു. കേരളത്തിൽ ഉൾപ്പെടെ നക്സൽ പ്രസ്ഥാനങ്ങളെ അമർച്ച ചെയ്യുന്നതിൽ അടിയന്തരാവസ്ഥ കാലഘട്ടം പ്രയോജനപ്പെട്ടു. കേരളത്തിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥ അനുകൂലികളായ കോൺഗ്രസിനെ വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കേരള ജനത അധികാരത്തിലെത്തിച്ചത്. പൊളിറ്റിക്കൽ ഡെസ്ക്, കണ്ണൂർ 1. മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് നിസ്സംശയം തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പയ്യന്നൂർ. കോളേജ് കോഡ് SNC.